മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർക്ക് പുറമെ AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവുമായി സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾ ദേശീയ നേതൃത്വത്തെ സമീപിച്ചത്. പക്ഷേ സാമുദായിക സമവാക്യങ്ങളും പകരക്കാരനെ കണ്ടെത്തുന്നതിലെ തർക്കങ്ങളുമാണ് സുധാകരന് തുണയായി മാറിയത്. കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി KPCC അധ്യക്ഷൻ K സുധാകരൻ ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ന്യൂസ് 18 പുറത്തുവിട്ട ഈ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ടാണ് സുധാകരൻ തന്നെ രംഗത്തെത്തിയത്. അധ്യക്ഷനെ മാറ്റുന്നത് ഹൈക്കമാൻഡ് ഇതുവരെ സൂചിപ്പിച്ചിട്ടില്ലെന്നും അങ്ങനെയൊരു സാഹചര്യം ഇപ്പോൾ ഇല്ലെന്നും സുധാകരൻ കണ്ണൂരിൽ പ്രതികരിച്ചു. അങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കില്ല. അത് പക്ഷേ എന്റെ പ്രവർത്തനവും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളും വിലയിരുത്തേണ്ടുന്നത് എന്റെ ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്. ഞാൻ ആരെ പേര് നിർദ്ദേശിക്കണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം വരണ്ടേ. മാറ്റുന്നു എന്ന് വന്നാലല്ലേ നിർദ്ദേശം. മാറ്റുന്നു എന്ന് പറയാതെയും തീരുമാനമെടുക്കാതെയും ആരെങ്കിലും പേര് നിർദ്ദേശിക്കുന്നെങ്കിൽ അത് തലക്കസുഖം ഉണ്ടാവില്ലേ. തലപ്പത്ത് നേതൃമാറ്റം ഉണ്ടായേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ രാഹുൽ ഗാന്ധിയാണ് KPCC അധ്യക്ഷൻ K സുധാകരനെ കഴിഞ്ഞ ദിവസം ഡൽഹിക്ക് വിളിപ്പിച്ചത്. 2 ദിവസങ്ങളിലായി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർക്ക് പുറമെ AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. KPCC DCC പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന പശ്ചാത്തലത്തിൽ സംഘടനയെ ശക്തമാക്കുന്ന നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാനും ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് പാർട്ടി തലത്തിൽ ധനസമാഹരണം നടത്താനും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ K സുധാകരനോട് നിർദ്ദേശിച്ചു. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവുമായി സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾ ദേശീയ നേതൃത്വത്തെ സമീപിച്ചത് KPCC പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായി എന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. സാമുദായിക സമവാക്യങ്ങളും പകരക്കാരനെ കണ്ടെത്തുന്നതിലെ തർക്കങ്ങളും സുധാകരന് തുണയായി. ആന്റോ ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ തുടങ്ങിയവരാണ് KPCC അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചത്. അതിനിടെ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന പശ്ചാത്തലത്തിൽ തലപ്പത്ത് പൊളിച്ചെഴുത്തിന് മുതിർന്നാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് പ്രവർത്തക സമിതി അംഗങ്ങളായ ശശി തരൂരും രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡ് നേതൃത്വത്തെ നിലപാട് അറിയിച്ചു. അധ്യക്ഷ സ്ഥാനത്ത് സുധാകരൻ തുടരട്ടെയെന്ന് മുതിർന്ന നേതാക്കളായ AK ആന്റണിയും വയലാർ രവിയും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അറിയിച്ചതോടെ അധ്യക്ഷനെ ഉൾപ്പെടെ മാറ്റിക്കൊണ്ടുള്ള സമ്പൂർണ്ണ പുനഃസംഘടനയിൽ നിന്ന് നേതൃത്വം പിൻവലിഞ്ഞു. സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഭാരവാഹികളുടെ പ്രവർത്തനം വിലയിരുത്തി മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാനാണ് KPCC അധ്യക്ഷൻ K സുധാകരന് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18.